ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു സ്മാർട്ട് ഡിവൈസ് ആണ്. സ്മാർട്ട് ഡിവൈസ് എന്ന് മാത്രമേ പറയാൻ പറ്റില്ല, സ്പീക്കറും കൂടെയാണ്. ഇതാ എക്കോ ഡോട്ട് അലക്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ആമസോണിൻ്റെ അലക്സയാണിത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് സ്മാർട്ട് ഡിവൈസസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ആപ്പ് സപ്പോർട്ട്, എന്താ സ്പോട്ടിഫൈ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, അതുപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഡിവൈസ് അലക്സ എക്കോ ഡോട്ട്. നമുക്ക് ഇത് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ അൺബോക്സിങ്. ഇതാണ് സാധനം. ഇത് ബ്ലൂ കളറാണ്. ഇത് 2-3 വേരിയൻറ്റ് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ഇത് ബ്ലൂ. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇതതിൻ്റെ കൂടെ ചാർജറാണ്. ഇത് ബാറ്ററി ഒന്നും വരുന്ന സാധനമല്ല, ഡയറക്റ്റ് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ മാനുവൽ. ഹലോ എക്കോ ഡോട്ട്. ചാർജിങ് ഇതാണ് ഇതിൻ്റെ ചാർജിങ്. 3 പിൻ വരുന്ന ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു വോളിയം പ്ലസ് ബട്ടൺ, മൈനസ്, പിന്നെ ഇത് ഒരു ആക്ഷൻ ബട്ടണും ഒരു മൈക്രോഫോണുമാണ്. ബാക്കിൽ ഒരു പോർട്ടുണ്ട്. ഇത് ചാർജ് ഇട്ടാൽ മാത്രമേ ഇത് കണക്റ്റ് ആവുള്ളൂ. ഇത് ബാറ്ററിയിൽ അല്ലെങ്കിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ല. സോ ഇത് ഔട്ട്ഡോർ ഡിവൈസ് ഒന്നുമല്ല, ഇൻഡോർ ഹോം ആപ്ലിക്കൻസ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഓണാക്കുമ്പോൾ തന്നെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും. ഹേ അലക്സ. ആമസോൺ അലക്സ എന്നൊരു ആപ്പ് ഉണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതിന് നമ്മൾ കസ്റ്റമൈസ് മോഡും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അലക്സ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതുവരെ ഇങ്ങനെ അത് ജസ്റ്റ് ഒരു ഡിവൈസ് മാത്രമായിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, സ്പീക്കർ പോലെ. ഇതാണ് ഇതിൻ്റെ പെയറിംഗ് മോഡ്. ഈ പെയറിംഗ് മോഡ് യൂസ് ചെയ്ത് നമുക്കിത് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കറിൽ തന്നെ നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും. സ്മാർട്ട് ഡിവൈസസ് ആയിട്ടുള്ള എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് സ്മാർട്ട് ലൈറ്റ്, സ്മാർട്ട് ഫാൻ ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ ഓഫ് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ AC കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് കൺട്രോളിംഗ് ഫെസിലിറ്റീസ് വരുന്ന ഒരു സ്പീക്കറാണ്. ഇതിന് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വയേർഡ് കണക്ഷൻ മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മുടെ JBLലേക്ക് സ്പീക്കറും ട്രിബിറ്റിൻ്റെ സ്പീക്കറൊന്നും പോലെ ഇത് നമുക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ഓഡിയോയും അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കേട്ടണം.